റീസെൻ്റ്ലി എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന കോയമ്പത്തൂരിലെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഷ യോഗ സെൻറ്റർ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വരുന്നത്. അതിനടുത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള അത്യാവശ്യം കുറച്ച് ഗ്രീനറിയും കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കുറച്ച് കാടും ഒക്കെയുള്ള ഒരു പ്ലേസാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ശബരി ദ ട്രാവലറിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂരിന് വെള്ളവും ഓക്സിജനും നൽകുന്ന ഒരു നാട്ടിലേക്കാണ്. അതായത് നമുക്കറിയാം കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു റഷായിട്ടുള്ള ടൗണാണ്. അപ്പോൾ ആ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 30 കിലോമീറ്റർ മാറിയാൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കോവൈ കുട്രാലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. തമിഴിയൻസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷെ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിന് ഏകദേശം ഒരു 130 കിലോമീറ്റർ സംതിങ് ഉണ്ട്. നമുക്ക് പാലക്കാട് നിന്നൊക്കെ ആണെങ്കിൽ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതായത് നമുക്ക് രാവിലെ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയതാണ്. അതുപോലെ തന്നെ ഒരു 2 ഡേയ്സ് ട്രിപ്പിനാണെങ്കിൽ നമുക്ക് അവിടെ അകത്ത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി കാണാം. കോവൈ കുറ്റാലമാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ്. അപ്പോൾ ഞങ്ങളിതാ കോവൈ കുറ്റാലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാനായിട്ട് ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഒരു അടിപൊളി റൂമിലാണ് കേട്ടോ. കാര്യം നിങ്ങൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു റൂമിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഓഫീസറെ പരിചയപ്പെട്ടു. നമുക്ക് പരിചയപ്പെടാം. ഹായ് ഹായ് സാർ, உங்க பேர்? மணிகண்டன் சார். மணிகண்டன். போஸ்டிங் வந்து ஈகோ வாச்சராக இருக்கு. എക്കോ വാച്ചർ, ഓക്കെ. അപ്പോൾ മണികണ്ഠൻ എന്ന എക്കോ വാച്ചറാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ സ്ഥലം നിങ്ങൾ കാണണ്ടേ? അതായത് 108 ദിവസത്തെ ലോങ് ലീവിന് ശേഷമാണ് കോവൈ കുറ്റാലം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാർച്ച് 25 ക്ലോസ് ചെയ്തു. യെസ്റ്റർഡേ ജൂലൈ 12 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്. നാളെ ഞങ്ങൾ വാട്ടർഫോൾസും സംഭവങ്ങളും ഒക്കെ കാണാൻ പോകും. പക്ഷെ അതിനെക്കാട്ടിയും കിടിലമാണ് ഇവിടുത്തെ താമസ സൗകര്യം. അത് നിങ്ങൾക്ക് കാണണ്ടേ? പുള്ളി നമുക്ക് കാണിച്ചു തരും. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഫുൾ ഗ്രീനറിയാണ്, ചുറ്റും മരങ്ങളും പുല്ലും ഫുൾ. നമുക്ക് ഒരു നല്ല ഓക്സിജൻ അല്ലെങ്കിൽ ഫ്രഷ് എയർ കിട്ടുന്ന ഫീലാണ്. യെസ്, നമ്മളിതാ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഞാൻ എന്താ കാണിച്ചു തരാം. ഇതേ കണ്ടോ, 2 ട്രീ ഹൗസും 2 റൗണ്ട് ടൈപ്പ് ഗസ്റ്റ് ഹൗസുമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ട്രീ ഹൗസിലാണ്. ഇന്ന് നമ്മൾ ട്രീ ഹൗസിലാണ് ഉറങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം. നോർമലി നിങ്ങളെ കണക്കൊരു സാധാരണക്കാരനാണ് ഞാൻ. ട്രീ ഹൗസിൻ്റെ ഒക്കെ റേറ്റ് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഞെട്ടും. എല്ലാ ട്രീ ഹൗസും ഒക്കെ കാണുമ്പോൾ താമസിക്കണമെന്ന് തോന്നും, പക്ഷേ റേറ്റ് കേട്ടുമ്പോൾ 5000 10000 അങ്ങനെയുള്ള റേറ്റാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് അത്രയും അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു മനോഹരമായിട്ടുള്ള ഒരു ട്രീ ഹൗസ് 2000 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ നേരെ ഒരു സാറിനെ വിളിച്ചു. ആ സാറ് എനിക്ക് അപ്പം തന്നെ അത് ശരിയാക്കി തന്നു. അതാണ് ഈ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അവർ വിളിച്ചാൽ ജെന്യുവൻ ആണെങ്കിൽ അവർ അപ്പം തന്നെ അത് റെഡിയാക്കി തരും. ഈ ട്രീ ഹൗസിന് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ACF ദിനേഷ് കുമാർ സാറിനെയാണ് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത്. പുള്ളി എനിക്ക് അപ്പം തന്നെ ഇവിടുത്തെ ACFൻ്റെ നമ്പർ തന്നു. ശശാങ്ക് കശ്യപ്, അതാണ് പുള്ളിയുടെ നെയിം. പുള്ളിയെ രാവിലെ വിളിച്ചപ്പം അപ്പം തന്നെ പുള്ളി എനിക്കിത് റെഡിയാക്കി തന്നു. ഇത് കണ്ടോ, അതായത് ഒരു മരത്തിലാണ് ഈ വീട്. കണ്ടോ, മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഫുൾ മരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ,
അടിപൊളിയല്ലേ? ഒരു വലിയ മരത്തിലാണ് ഈ വീട്. പക്ഷെ എന്നാൽ ഇത് മരമല്ല, ഇത് കോൺക്രീറ്റ് ആണ്. പക്ഷെ അടിപൊളിയായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് ശരിക്കും ഒരു മരത്തിൻ്റെ മുകളിലാണ് വീടെന്ന് തോന്നും. പക്ഷേ ആ മരത്തിൻ്റെ അതേ ഷേപ്പിലും അതേ വെട്ട് കട്ട്സ് ഒക്കെ കണ്ടോ, അതേ കണക്ക് കട്ട് ചെയ്ത് പെയിൻറ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ നമ്മുടെ ഡിസൈനർ നമ്മൾ സമ്മതിക്കണം. കാര്യം നമുക്ക് ദൂരെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഇത് ശരിക്കും മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. മരത്തിൻ്റെ ശിഖരങ്ങൾക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതേ നോക്കി കണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കും മരത്തിൻ്റെ കവരങ്ങൾക്ക്. മതി കൊടുത്തു. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടിക്കുന്ന ഒരു ഇളം തെന്നലുണ്ട്. ഈ തെന്നൽ ശരിക്കും നമ്മുടെ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിരുവാണി മലയുണ്ട്, മണ്ണാർക്കാട് ആ ഭാഗത്ത് ഒരു സിരുവാണി മലയുണ്ട്, സിരുവാണി വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ആ സിരുവാണി മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുത്തിക്കുളം, സിരുവാണി, ഈ മലകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏകദേശം 800-ൽ കൂടുതൽ ഔഷധ സസ്യങ്ങളുള്ളൊരു മലയാണത്. അപ്പോൾ അവിടെ നിന്നാണ് സിരുവാണി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് വെള്ളമാണ് ആ വാട്ടർഫോൾസിലേത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോവൈ കുറ്റാലം, അത് കണക്ക് തന്നെ കോയമ്പത്തൂർ നിവാസികളൊക്കെ കുടിക്കുന്ന ജലം അതാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന കാറ്റിനും ആ പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. കാരണം നമുക്ക് നല്ല സുഖമുള്ളൊരു കാറ്റാണ് ആ കിട്ടുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഓ, നല്ല ഉറക്കമായിരുന്നു കേട്ടോ, നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. കാര്യം നമുക്ക് വല്ലപ്പോഴും ആണല്ലോ ഇങ്ങനെ ഫ്രഷ് ഓക്സിജനൊക്കെ ശ്വസിച്ച് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു. സമയം ഏകദേശം 6 മണിയായി, നേരം വെളുത്തിട്ടേ ഉള്ളൂ, കണ്ണൊന്നും തുറന്നിട്ടില്ല. എന്നാൽ രാത്രി ഇവിടെ കിടന്നപ്പോൾ ഒരു ഫീലെന്ന് പറഞ്ഞാൽ നമ്മളധികം പുറത്തോട്ട് ഇറങ്ങിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതായി നോക്കി ചുറ്റും കാടാണ്. ഇവിടെ നിന്ന് കാട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മളിന്നലെ രാത്രി അധികം പുറത്തോട്ട് ഇറങ്ങിയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു പേടി തോന്നും. കാരണം ഇഷ്ടം പോലെ ഏതൊക്കെയോ മൃഗങ്ങളുടെ, പക്ഷികളുടെ ഒക്കെ വിളികൾ ഇങ്ങനെ കേട്ടോണ്ടേയിരുന്നു രാത്രി ഫുള്ള്. ഒരു രാത്രി 10 മണി വരെയൊക്കെ നമ്മളിവിടെ ഒരു ചെയറൊക്കെ ഇട്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നു. ഈ ട്രീ ഹൗസിൻ്റെ മുകളിൽ ചെയറൊക്കെ ഇട്ടിരുന്നു. നല്ല കാറ്റായിരുന്നു, നല്ല അടിപൊളി കാറ്റായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ നേരം നമ്മൾ ഇരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് നിങ്ങൾ നോക്കിയേ, ഫുള്ള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫുള്ള് കാടാണ് ഇവിടെ നിന്ന്. ഇങ്ങനെ ഈ കാട്ടിലുള്ള വീടുകളിലൊക്കെ ഇഷ്ടംപോലെ നായ്ക്കളെ വളർത്തും. അപ്പോൾ ഈ നായ്ക്കളെ വളർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് വന്യമൃഗങ്ങൾ വരെയാണെങ്കിൽ ഇവ കുരയ്ക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൃഗ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പുലി വരുമ്പോഴത്തേക്ക് പട്ടികൾ നായ്ക്കൾ കിടന്ന് കുരയ്ക്കുന്നത്. ഇവിടെ ഇന്നലെ ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ചുറ്റുവട്ടത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീടിൽ നായ്ക്കൾ കിടന്ന് ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി സംതിങ് എന്തൊക്കെയുണ്ടെന്ന്. കാരണം നമ്മൾ വൈകിട്ട് ഒരു 6 മണിക്ക് അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു പന്നി വന്നു, കാട്ടുപന്നി ഇറങ്ങി വന്നപ്പോൾ ഈ നായ്ക്കളെല്ലാം കൂടെ കുരച്ച് അതിനെ തിരിച്ചോടിച്ചു. അപ്പോൾ ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 11 മണിയായപ്പോൾ ഈ നായ്ക്കളെല്ലാം കുറച്ചപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ തോന്നി. പിന്നെ നമ്മൾ അധികം നേരം ഇരുന്നില്ല, കയറി കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരേ യൂണിഫോമിൽ കുറേ പേരെ കണ്ടു. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, നിങ്ങൾ എങ്കിരുന്ന് വരാ? ചിദംബരം. ഇപ്പൊ എങ്ക പോറ? ഇഷാ യോഗ സെന്റർ. ഓക്കെ. அண்ணாமலை யூனிவர்சிட்டி ஸ்டாஃப் தான் இவர். நானும் அங்கே தான் படிச்சிருக்கேன், அண்ணாமலை யூனிவர்சிட்டி. இவருக்கு ஏற்கனவே தெரிஞ்சிருந்தா கொஞ்சம் மார்க்கை அட்ஜஸ்ட் பண்ணி சொல்றேன். இப்போதான் தெரிஞ்சுது. നമ്മൾ രാവിലെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇതുവഴി പാസ് ചെയ്യുന്ന ബസ്സിൻ്റെ ഒക്കെ പുറകിൽ നിങ്ങൾ കണ്ടോ ഒരു ആനയുടെ പടം. എല്ലാ ബസ്സിൻ്റെ പുറകിലും കുറച്ച് ആനയുടെയും മൃഗങ്ങളെയൊക്കെ പടമാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ചേച്ചിയുടെ കടയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചു നോക്കാം സംഭവം എന്താണെന്നുള്ളത്. ചേച്ചി, ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് ബസ്സിന്റെ ഒക്കെ പുറകിൽ ആനകളെ കണ്ടല്ലോ, யானையை பார்த்துருக்கு. இங்க யானை இருக்கா? இருக்குது, ஆனா நாம போய் போட்டோ எடுக்க முடியாது, காட்டுக்குள்ளதான் இருக்கு. இங்க ஏதாவது ஆனை வந்திருக்கா? இப்ப அப்பாவுதல்ல, அது டெய்லியுமே வருது. ഡെയിലി ഇവിടെ വൈകിട്ട് ആന വരുമെന്നാണ് പറയുന്നത്. കാര്യം ഇഷ്ടംപോലെ ആനശല്യം ഉണ്ട് ഇവിടെ. வாழைக்காடு பக்கத்துல வச்சிருக்கிறாங்க, பசிக்கு சாப்பிட வராதா? நாம மட்டும் இட்லி தோசை சாப்பிட்டா போதுமா? அதுக்கு ஆனைக்கு ஒண்ணு பசி ஆகாதா? சரி சரி சரி. அவங்க வாழை தென்னை கரும்பு நெல்லு வச்சிருக்கிறாங்க, சாப்பிடதான் வருது. நம்மளையெல்லாம் எது கண்டுக்கிறது இல்லை. நாம அதை விரட்ட போனாதான் போராட்டத்தனமா நம்மளை பார்த்து, மற்றபடி அது மேல எந்த தப்பு கிடையாது. ശരി 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 ശരി. ഓക്കെ. അതായത് ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ അത് ഇങ്ങോട്ട് ഉപദ്രവിക്കാറുള്ളൂ. ഇവിടെ സ്ഥിരം ആന വരും, വന്നിട്ട് അതേ കണക്ക് തിരിച്ചു പോകും, ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ചേച്ചി ഇതാ നമുക്ക് ഇവിടെ ഇഡലിയും ദോശയൊക്കെ തന്നോണ്ടിരിക്കാൻ. ഉങ്ങ പേരെന്നാക്കാ? രുക്കുമണി. മുത്തുമണി. ഓ മുത്തുമണി. നമുക്ക് എപ്പോ ചെന്നാലും തമിഴ്നാട്ടിൽ കേൾക്കുന്ന ഒരു പേരാണ് മുത്തുമണി എന്നുള്ളത്. എന്തായാലും നമ്മൾ രാവിലെ നമ്മുടെ രുക്മിണി ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറേ കാലമായിട്ട് ഇത്രയും നാടനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. കാര്യം ഇഡലി ദോശയൊക്കെ നല്ല പുകയിലുണ്ടാക്കി, അടുപ്പിൽ പുകയുടെ ആ ഒരു മണവും അതേ കണക്കിന് തേക്കിൻ്റെ ഇലയിലാണ് നമുക്ക് തന്നത്. ചേച്ചി അടിപൊളി ചട്നി ആയിരുന്നു കേട്ടോ. ചട്നി സൂപ്പർ ചട്നി, സാമ്പാർ അടിപൊളി, ദോശ എല്ലാം നമ്മൾ വീട്ടിലേ ഉണ്ടാക്കി മാറിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ദോശയ്ക്ക് ഇഡലിക്ക് പൊടി തന്നു കേട്ടോ. ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ ഇഡലിക്കുള്ള പൊടി, അതേമാതിരി നല്ല അടിപൊളി പൊടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും വരാം. ഓക്കെ, കാണാം. താങ്ക് യു. ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഇവിടെ പ്ലാസ്റ്റിക് ബാൻഡാണ് കേട്ടോ. അതായത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് അവർ അകത്ത് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ഒന്നും പാഴ്സലോ ഒരു സാധനങ്ങളും പ്ലാസ്റ്റിക്കിൽ കൊടുക്കത്തുമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാലിന്യ വിമുക്തമായി നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്, നമ്മുടെ തന്നെ ആവശ്യമാണ്. അത് പലരും പാലിക്കാറില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഒന്നാമത് ഇത്രയും നല്ല ക്രൗഡ് വരുമ്പോഴത്തേക്ക് എല്ലാവരും പ്ലാസ്റ്റിക് കൂടുതൽ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ കംപ്ലീറ്റ് ഈ ഏരിയയിൽ പ്ലാസ്റ്റിക് ബാൻഡാണ്. യെസ്. അപ്പം നമ്മൾ കൂടെ ഇന്നലെ മുതൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരാണ്. ഒന്ന് നമ്മുടെ നടരാജൻ സാറ്, ഒന്ന് നമ്മുടെ മണികണ്ഠൻ. ഇവർ രണ്ടുപേരുമാണ് ഇന്നലെ മുതൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവർ മൈൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര രക്ഷ. ആ കൂട്ടത്തിനെ ഇവർ രണ്ടുപേരും മാത്രമാണ് നിയന്ത്രിക്കുന്നത്. ഫുൾ ബിസി.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങോട്ട്. പുള്ളി ഇപ്പോൾ എന്നെ കാണാനായിട്ട് ഞാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ച് വന്നേക്കാണ്, എന്നെ കാണാനായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഓടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 2 ഫേസുകൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാര്യം നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ക്യൂ ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർ അത്രയും ജോലി കുറയും. അപ്പോൾ എന്തായാലും സാർ നല്ല ഫെസിലിറ്റി ആയിരുന്നു, നല്ല അക്കോമഡേഷൻ ആയിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. എന്തായാലും ரொம்ப നന്ദിங்க സാർ. മണി ഓക്കെ. Bye. Bye. Bye.